على عباده الذين اصطفى أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ അഹ്ലുബൈത്തിന്റെ രാജകുമാരന്മാരായ പ്രിയപ്പെട്ട സയ്യിദന്മാരെ, നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന് മഹാന്മാർ കൊളുത്തിവെച്ച ആദർശത്തിന്റെ ദീപശിഖ കെട്ടുപോകാതെ അതിന്റെ പ്രകാശകിരണങ്ങളെ നമ്മുടെ മനോമുഖരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാരെ, സാദാത്യങ്ങളെ, സയ്യിദന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സമസ്തയുടെ താരകോടികളായി ആലപ്പുഴയെ ഭംഗിയാക്കിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംഗമം നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ വിജയത്തിന് ഒരു കാരണമാക്കി തരുമാറാകട്ടെ. എനിക്ക് ലഭിച്ച ഈ സദസ്സ് ഈ വിനീതന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായ ഒരു സദസ്സാണ് എന്ന് ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിൽ നൂറുകണക്കിന് വേദികളിൽ പ്രഭാഷണം നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും 100 1000 10,000 വേദികളിൽ പ്രഭാഷണം ചെയ്യാൻ ഇനിയും അവസരം ലഭിച്ചാലും ഒരിക്കലും ഈ അസ്തമയ സൂര്യൻ വന്നു നിൽക്കുന്ന സമയത്ത് ആലപ്പുഴയുടെ മണ്ണിൽ ഈ വിനീതന് ലഭിച്ച വേദിയോളം ആവുകയില്ല എന്ന് ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അത് ഈ മണ്ണിന്റെ പ്രത്യേകതയല്ല, ഈ നാടിന്റെ പ്രത്യേകതയല്ല, ഈ രാജ്യത്തിന്റെയോ ഈ സമയത്തിന്റെയോ ഒരു പ്രത്യേകതയല്ല. മറിച്ച് ഔലിയാക്കളും ആരിഫീങ്ങളും സാദാത്യങ്ങളും സാത്വികന്മാരും ഉലമാക്കളും വാർത്തെടുത്ത നാൾക്കുനാൾ ഉയർന്ന ഉന്നതമായ പദവിയിലേക്ക് ആധികാരിക പരമോന്നത പണ്ഡിത സഭ എന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബറക്കത്താണ്. ആ സമയത്തിന്റെതല്ല, ഈ മണ്ണിന്റെതല്ല, ഈ നാടിന്റെതല്ല, അത് സമസ്തയുടെ ബറക്കത്താണ് എന്ന് അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മുഴുവനും അറിയാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ട സഹാബത്തിന് ആശയവും ആദർശവും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനോമുഖരത്തിന്റെ ഉള്ളറയിലേക്ക് ആദർശ വിശുദ്ധിയുടെ പൊൻകിരണങ്ങളെ പറഞ്ഞുവിടുമ്പോൾ ആ പൊൻകിരണങ്ങൾ മദീനയുടെ നിലാവിനെ തടിയിട്ടലോട് കേരളത്തിന്റെ മണ്ണിൽ വീണപ്പോൾ ആ പൊൻകിരണങ്ങളാണ് ഇന്നൊരു തീഗോളമായി പളർന്നു പന്തലിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയായി നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ 90 വർഷം ആദർശ വിശുദ്ധിയുടെ 90 വർഷം പിന്നിടുമ്പോ ബഹുമാനനും ആദരണീയനുമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ബഹുമാനപ്പെട്ട വിനയത്തിന്റെ നിറകുടമാകുന്ന ആദരണീയനായ കോയക്കുട്ടി ഉസ്താദ് വരെ എത്തി നിൽക്കുന്ന സമസ്തയുടെ നേതൃപരമ്പരയിൽ എന്റെ പ്രിയമുള്ളവരെ, ചിലരെങ്കിലും ചോദിക്കും, എന്താണ് 90 വർഷം കൊണ്ടവർക്ക് ഇത്രയും വളരാനും ഇത്രയും വികസിക്കാനും കൈമുതലായുള്ളത് എന്താണ് എന്ന് ചിലരെങ്കിലും ചോദിക്കും. നമുക്ക് പറയാനുള്ളത്, എന്റെ പ്രിയമുള്ളവരെ, ഈ ആലപ്പുഴയുടെ മണൽത്തരികൾ നിങ്ങൾ വന്നിരിക്കുമ്പോൾ ആ നഗരിക്ക് പേരിട്ടിരിക്കുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗർ എന്നാണ്. ജന്മം കൊണ്ട് തന്നെ ഏറ്റവും വലിയ അത്ഭുതത്തിന്റെ വ്യക്തിത്വമായി മാറിത്തീർന്ന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർകൾ. നിങ്ങൾ ചിന്തിക്കുക, ഉച്ച സമയത്താണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്നത്. ഉച്ച സമയത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്ന സമയത്ത് വീട്ടിലും പള്ളിയിലും ആളുകളും അതുപോലെ കുന്നുകൂടി ജനങ്ങളും ആലിമീങ്ങളും ഒക്കെ ഒരുമിച്ച് നിൽക്കുമ്പോ കുഞ്ഞുട്ടി ഹാജി എന്നറിയപ്പെടുന്ന ഒരു മഹാമനുഷ്യൻ ആകാശത്തിലേക്ക് നോക്കിയിട്ടെന്നൊരു അത്ഭുതം കാണുകയുണ്ടായി. നിങ്ങൾക്കറിയുമായിരിക്കാം ആ സംഭവം. എന്റെ ഈ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് മുഴുവനും അറിയുമായിരിക്കും. ആകാശത്തിലേക്ക് കുഞ്ഞുട്ടി ഹാജി നോക്കിയിട്ട് എല്ലാവരെയും വിളിച്ചു കാണിച്ചു കൊടുത്തു ഒരു നക്ഷത്രം. നട്ടുച്ച സമയത്ത് ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന പ്രകാശം പരത്തുന്ന ഒരു നക്ഷത്രത്തെ ബഹുമാനപ്പെട്ടവർ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ തടിച്ചുകൂടിയ ആലിമീങ്ങളും ഉലമാക്കളും ഉമറാക്കളും മുഴുവനും അത്ഭുതത്തോടെ ആ നക്ഷത്രത്തെ നോക്കി നിൽക്കുമ്പോഴാണ് കേരളത്തിന്റെ മണ്ണിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിച്ച വാർത്ത പരന്നത് എന്നെന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കുക.
അവരാണ് സമസ്തയെ സ്ഥാപിച്ചത്, അവരാണ് ഈ പ്രസ്ഥാനത്തിന് കല്ലിട്ടത്, അവരാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തുടക്കം കുറിച്ചത്. അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, 90 വർഷം കൊണ്ട് സമസ്ത കെടാതെ കാത്തു സൂക്ഷിക്കുന്ന, ഇനി 1000 വർഷങ്ങൾ കടന്നുപോയാലും ഒരിക്കലും കെടാൻ അനുവദിക്കാത്ത ഏറ്റവും വലിയ ഒരു ധീരതയോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്ന കൈമുതൽ സ്വത്താണ് ആദർശ വിശുദ്ധിയുള്ള നേതൃത്വം എന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തഖ്വാ ഹാഹുന അത്തഖ്വാ ഹാഹുന അത്തഖ്വാ ഹാഹുന വയുശാറു ഇലാ സദരിഹി 3 മററാത്ത്. 3 പ്രാവശ്യം തന്റെ വലത്തെ കൈയുടെ ചുണ്ടുവിരൽ ഇലത്തെ മാറിടത്തിന്റെ ഭാഗത്തേക്ക് കാണിച്ചിട്ട് മുത്ത് റസൂല് പഠിപ്പിച്ചു, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. എന്റെ പ്രിയമുള്ളവരെ, ആ തഖ്വയെ നെഞ്ചിലേറ്റിട്ട് ജീവിച്ച ആദർശ വിശുദ്ധിയുടെ മഹാരഥന്മാരാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആവേശവും ഉജ്ജ്വലമായ പ്രയാണത്തിനുള്ള അവസരവും നൽകുന്നത് എങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ സംസാരിക്കരുതെന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോ ദലായിലുൽ ഖൈറാത്ത് കയ്യിലെടുത്തു വെച്ച് കണ്ണുനീരോടെ പാരായണം ചെയ്യാൻ, അത് ഓതി തീർക്കാൻ വ്യഗ്രത കാണിച്ച ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു ഉന്നതമായ ദറജ കൊടുക്കട്ടെ, അള്ളാഹു പദവിയേറ്റ് കൊടുക്കട്ടെ. ഇപ്പോഴും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് കയ്യിലെ തസ്ബീഹ് മാല പോലും ഡോക്ടർ പിടിച്ചു വാങ്ങുമ്പോ ബഹുമാനനും ആദരണീയനുമായ നമ്മുടെ ഈ സദസ്സിൽ ആവേശത്തോടെ നെഞ്ചുവിരിച്ച് ഞങ്ങൾക്ക് നേതൃത്വം തരാനുള്ള ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു വിഷമം മാറ്റി കൊടുക്കട്ടെ, അള്ളാഹു ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ. പണത്തിന്റെ മുകളിലല്ല, അധികാരത്തിന്റെ മുകളിലല്ല, കസേരകളുടെ മുകളിലല്ല, ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ തഖ്വയുടെ മുകളിലാണ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം പന്തലിച്ചു നിൽക്കുന്നത് എന്ന അഭിമാനത്തോടെ തെക്കൻ കേരളത്തിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ കൂടി തിരിച്ചറിയട്ടെ. ഞാൻ ചോദിക്കുകയാണ്, ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഒരുപാട് മീഡിയ പ്രവർത്തകർ ഇവിടെയുണ്ട്, ഒരുപാട് സംഘടനക്കാർ ഇത് വീക്ഷിക്കുന്നുണ്ടാവും. അഭിമാനത്തോടുകൂടി ഞാൻ ചോദിക്കുകയാണ്, ആദർശ വിശുദ്ധി എന്ന പ്രമേയം എടുത്ത് മുന്നിൽ വെച്ച് ആത്മാർത്ഥതയോടെ ഇതുപോലെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു മതസംഘടനയ്ക്കോ രാഷ്ട്രീയ സംഘടനയ്ക്കോ കഴിയുമെങ്കിൽ അവർ കാണിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞതല്ല, ജീവിതം സന്ദേശമായി കാണിച്ചു തന്നതാണ്. കമ്പോളത്തിൽ നിന്നും മീൻ വാങ്ങാൻ നിൽക്കുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ കയ്യിലെ കവർ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുപോയി, തളർന്നു വീണുപോയ SKSSFന്റെ പ്രവർത്തകരെ എനിക്കറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അതിഥിയായി കടന്നു വന്ന സഹോദരനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് രാജഭരണത്തിന്റെ കണക്കുകൂട്ടലുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ കത്തിച്ചു വെച്ചിരുന്ന വെളിച്ചം കെട്ടുപോകാൻ സമയത്ത് ബഹുമാനപ്പെട്ട അതിഥി പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാനതൊന്ന് മെച്ചപ്പെടുത്തി വെക്കട്ടെ, എണ്ണ ഒഴിച്ചു വെക്കട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, എന്നാൽ അങ്ങയുടെ അടിമയെ ഞാൻ വിളിച്ചുണർത്തട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അടിമ കിടന്നിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ, അവൻ ഉറങ്ങട്ടെ. എല്ലാം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോയി വിളക്കിന്റെ വെളിച്ചം മെച്ചപ്പെടുത്തി മടങ്ങി വന്നപ്പോൾ അടിമയായ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ തന്നെ പോയി വിളക്ക് കത്തിച്ച് എന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അന്നും ഇന്നും എന്നും ഉമറായിരിക്കും, അധികാരം എന്റെ മനസ്സിനെ മാറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, വിനയത്തിന്റെ, താഴ്മയുടെ, വാത്സല്യത്തിന്റെ, ലാളനയുടെ, കാരുണ്യത്തിന്റെ പാത നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻകഴിഞ്ഞുപോയ നേതാക്കന്മാർ മുഴുവനും കടന്നു പോകുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ, ഞാനും നിങ്ങളും അത് ഏറ്റെടുക്കുക. കുറെ ആളുകളെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ വടക്കൻ മലബാറിൽ കാണിക്കുന്ന പോലെ സമസ്തയുടെ പരിപാടികളൊന്നും തെക്കൻ കേരളത്തിൽ വിജയിക്കില്ല, അതൊന്നും തെക്കൻ കേരളത്തിൽ നടക്കില്ല. നിങ്ങൾ ഈ വടക്കൻ മലബാറിൽ പറയുന്ന പോലെ അതൊന്നും തെക്കൻ കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞവരോട് പറയുകയാണ്,
തെക്കൻ കേരളം സമസ്തയുടെ വിഷയത്തിൽ ഇന്നത്തെ മലബാറിന്റെ മൂർത്തി ശക്തിയോടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പടുവൃക്ഷത്തിന്റെ ശിഖരങ്ങളെ വളർന്നു പന്തലിക്കാൻ പോവുകയാണ്. അഭിമാനത്തോടെ നമുക്ക് പറയാം, വെല്ലുവിളിയായിട്ട് തന്നെ നമുക്ക് പറയാം, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു സമസ്തയുടെ പ്രവർത്തകനാണെന്ന് പറയാം. 90 വർഷം പിന്നിടുമ്പോ കളങ്കമില്ലാതെ, കളവില്ലാതെ, ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ യിലും പടുത്തുയർത്തിയ ഈ മഹാപ്രസ്ഥാനത്തിന്റെ താഴെ നിന്നുകൊണ്ട് അഭിമാനത്തോടെ ഞാൻ പറയുന്ന പോലെ നിങ്ങളും പറയണം, അൽഹംദുലില്ലാ, ഞാനൊരു സമസ്തയുടെ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഇന്നു മുതൽ അതിന്റെ പ്രവർത്തകനായിരിക്കും എന്ന് ഉറച്ച ഒരു വിശ്വാസം നിങ്ങളുടെ കൽബിനോട്, വാരിയെല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട് നിങ്ങളുടെ കൽബിനോട് പറയണം. ഒരു കാര്യം സമാപനമായി, ഒരു കാര്യം ഗൗരവത്തോടുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്തയുടെ 70ാം വാർഷിക മഹാസമ്മേളനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ചരിത്രത്തിൽ ഇടം പിടിച്ചുപോയ 20 വർഷങ്ങൾക്ക് മുമ്പുള്ള സമസ്തയുടെ 70ാം വാർഷിക മഹാസമ്മേളനം അത് നടന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മഖാമിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് 70ാം വാർഷിക മഹാസമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഞാനിവിടെ ആലപ്പുഴയുടെ കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ ചരിത്രം പ്രകാശത്തിന്റെ പരമോന്നതമായ പദവി നിൽക്കുമ്പോ, ഇന്ന് ആ സമ്മേളനത്തിന്റെ 2ാം ദിവസം ഞാൻ വന്ന് നിൽക്കുമ്പോ 70ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ 2ാം ദിവസത്തിലേക്ക് നിങ്ങളുടെ ഓർമ്മയെ ഞാൻ കൊണ്ടുപോവുകയാണ്. അതറിയാത്തവരത് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അന്ന് അവിടുത്തെ ക്യാമ്പ് ഇതുപോലെ ഒരുക്കി, എല്ലാ സൗകര്യങ്ങളും, എല്ലാ സജ്ജീകരണങ്ങളും, എല്ലാ സംവിധാനങ്ങളും നടത്തുമ്പോ 70ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഇതുപോലത്തെ 2ാമത്തെ ദിവസം അവിടെ ക്യാമ്പിൽ മതപഠന ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനസാഗരം മുഴുവനും നോക്കുമ്പോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അവറുകൾ ആ വേദിയിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇപ്പോഴെന്താണ് ഇങ്ങനെ ഒരു വരവ്? എല്ലാവരും അത്ഭുതപ്പെട്ടു. ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് നിന്നു. സഭ നിശബ്ദമായി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അവറുകൾ 70ാം സമ്മേളനത്തിൽ ആ സദസ്സിനെ, ആ ജനസാഗരത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് വേദനയോടുകൂടി പറഞ്ഞു, ഞാൻ മമ്പുറം മഖാമിൽ നിന്ന് വരികയാണ്. നമ്മളിത് തുടങ്ങിയത് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ മഖാമിൽ നിന്നാണ്. അതുകൊണ്ട് പട്ടിണിയും പരിവട്ടവുമായി കിടന്ന് കഷ്ടപ്പാടും ത്യാഗവും ചെയ്ത് പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ നമുക്ക് സമ്മാനിച്ച ഈ സംഘടനയുടെ സമ്മേളനത്തെ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അന്ന് 70ാം വാർഷിക മഹാസമ്മേളനത്തിന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അവറുകൾ പ്രഭാഷണം നടത്തിയിട്ട് ഇറങ്ങിപ്പോകുമ്പോ ആലപ്പുഴയിൽ അതിനുശേഷം 20 വർഷത്തിന് ശേഷം വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ മുമ്പിൽ ശംസുൽ ഉലമയില്ല. രോഗശയ്യയിൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ തൊട്ടു മുമ്പിൽ വന്നപ്പോ കൂടെയിരിക്കുന്ന 100 കണക്കിന് ഉലമാക്കളോട് ഇങ്ങനെ ഒരു മരണം ആർക്കാണ് കിട്ടിയത്? കൂടെയിരിക്കുന്ന ഉലമാക്കളോട് നിങ്ങൾ യാസീൻ ഓതാൻ പറഞ്ഞു. അവർ യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ വിട പറയുകയാണ്. ഈ വാർത്തയറിഞ്ഞ കേരളം കരഞ്ഞില്ലേ? വടക്കൻ മലബാറ് മാത്രമല്ല, തെക്കൻ കേരളത്തിലും ശംസുൽ ഉലമയുടെ ബറക്കത്ത് ആവശ്യമാണ്. പൊട്ടിക്കരഞ്ഞ ഉസ്താദുമാരേറെയുണ്ട് തെക്കൻ കേരളത്തിലും. എന്റെ പ്രിയപ്പെട്ടവരെ, ദറസിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയ ആ പ്രിയപ്പെട്ട കുഞ്ഞ് വീട്ടിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ആ ദറസിലെ ഭക്ഷണം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ വീട്ടിൽ വന്ന മോനോട്, മുത്തഅലിമിനോട് പറയാൻ, നീ അറിഞ്ഞില്ലേ, അധികാരത്തിന്റെയും ആർഭാടത്തിന്റെയും ആഭാസത്തിന്റെ കൊട്ടാരം തീർത്ത് അതിന്റെ മുകളിൽ രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചാൽ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടൂല. വിനയത്തോടെ, പൊരുത്തത്തോടെ, താഴ്മയോടെ, തഖ്വയോടെ മഹാന്മാരെ പോലെ നടന്നു നീങ്ങിയെങ്കിൽ മാത്രമേ അത് ലഭിക്കൂ എന്ന് എന്റെ പ്രിയമുള്ളവരെ ഈ സമ്മേളനത്തിലൂടെ വിളിച്ചു പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സാധിക്കണം. നാളെ കഴിഞ്ഞാൽ കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയിൽ എന്റെ പ്രിയമുള്ളവരെ നെഞ്ചിൽ ഒരു ഇടിമുഴക്കം പോലെ ഉണ്ടാകണം. ആ കണ്ണോടുകൂടിയായിരിക്കണം നിങ്ങൾ ഇതിന്റെ പതാകയെ കാണേണ്ടത്. ആ കണ്ണോടുകൂടിയായിരിക്കണം ഇതിന്റെ ഓരോ നേരിയിൽ
ഓരോ വേദിയും നിങ്ങൾ കാണേണ്ടത് ആ കണ്ണോടുകൂടിയായിരിക്കണം. ഇതിന്റെ ഓരോ പ്രവർത്തകനെയും നിങ്ങൾ അറിയേണ്ടത്, അനുഭവിക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പേമാരി പോലെ, ഒരു കൊടുങ്കാറ്റ് പോലെ ഈ തെക്കൻ കേരളത്തിന്റെ ആലപ്പുഴയുടെ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് സമസ്തയുടെ പ്രിയപ്പെട്ട ജനസാഗരൻ ഇവിടെ തടിച്ചുകൂടുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, കൂട്ടുകാരോട് പറയുകയാണ്, മഹാന്മാര് നമുക്ക് ഏൽപ്പിച്ചിട്ട് പോയ ആ പ്രസ്ഥാനത്തിന് ഒരു കേടുപാടും വരുത്താതെ, ഒരു പാകപ്പെടും വരുത്താതെ നെഞ്ചിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഞാൻ മരിക്കുന്നത് വരെ കൊണ്ടു നടക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പാപങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാഴ്ചവെക്കുക. തെക്കൻ കേരളത്തിലേക്ക് സമസ്തയുടെ പ്രചരണവുമായി പ്രിയപ്രാർത്ഥത്തിൽ കൃത്യമായി ഉള്ളോടുകൂടി നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന സൽപ്രവർത്തനമാക്കി ഇന്നും നാളെയും നടക്കുന്ന ഈ പഠനവേദികളെ, ഈ സദസ്സുകളെ ഉപയോഗപ്പെടുത്തണമെന്നും നമുക്കറിയാം. ഇന്നലകളിൽ സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് രൂപം നൽകിക്കൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാരെ കുറിച്ച് പരിശോധിച്ചാൽ അവരാണ് കേരളത്തിലെ ആലിമ്യങ്ങൾ, അവരാണ് ആരിഫ്യങ്ങൾ. കൂടി സമസ്തയെ അടുത്തറിയാൻ പോവുകയാണ്. ഈ പ്രദേശത്തെ അമുസ്ലിം സഹോദരങ്ങൾ കൂടി ഈ പ്രസ്ഥാനത്തെ അടുത്തറിയാനും ഇതുമായി സഹവസിക്കാനും ഇതിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാനുമൊക്കെ മുന്നോട്ട് വന്ന സാഹചര്യമാണ് ഇന്നുള്ളതെങ്കിൽ ഈ നമ്മുടെ വരവിനെയും നമ്മുടെ പ്രവർത്തനത്തെയും പേടിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് വിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് സമസ്ത പ്രവർത്തിക്കുന്നത്. അങ്ങ് അറഫ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് നബി തങ്ങൾ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിന്റെ പിന്തുടർച്ചയായിക്കൊണ്ട് ഇവിടെ ഹാജരായവർ ഹാജരാകാത്തവർക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചകരുടെ സുന്നത്തിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമസ്ത ആലിമീങ്ങൾ ഈ പ്രവർത്തനങ്ങൾ